ഇടുക്കിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വളം നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടി. നെടുങ്കണ്ടം പാമ്പാടുംപാറയിലെ HSPM എന്ന സ്ഥാപനമാണ് പൂട്ടിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വളങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താതെയാണ് കർഷകരിലേക്ക് എത്തിച്ചിരുന്നത്. പാമ്പാടുംപാറ സ്വദേശി സുരേഷ് കുമാറിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് HSPM വളം നിർമ്മാണ യൂണിറ്റ്. ഇവിടെ നിന്നും വിതരണം ചെയ്യുന്ന വളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് കർഷകർ കൃഷിവകുപ്പിന് പരാതി നൽകിയതിനെ തുടർന്ന് കൃഷിവകുപ്പ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞയിടെ പരിശോധന നടത്തുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രവർത്തനം തുടർന്നതോടെയാണ് കൃഷിവകുപ്പും പഞ്ചായത്തും സംയുക്തമായി പരിശോധന നടത്തിയത്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ അതിൽ ഏതൊക്കെ ഇവിടെയുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്നും അത് എന്തേരം ക്വാണ്ടിറ്റിയാണെന്നുള്ളത് സ്റ്റോപ്പ് മെമ്മോയെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിർത്തണം, ഇനി തുടരുതെന്ന് പറഞ്ഞ് 4-ാം തീയതിയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സഹിതം ഇവിടെ വന്ന് ഇവരെ ഇത് ബോധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് വിപരീതമായി പിന്നെയും തുടർ വളവ്യാപാരം തുടർന്നുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഇതിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലൈസൻസും ഈ സ്ഥാപനം എടുത്തിട്ടില്ലെന്നുള്ളതും ലൈസൻസ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ലബോറട്ടറിയിൽ നിന്ന് പരിശോധന നടത്താൻ വേണ്ടി ഞങ്ങൾ സാമ്പിൾ ഇന്ന് എടുത്തിട്ടുണ്ട്. പരിശോധന നടത്തുന്നതിന്റെ റിസൾട്ട് അറിയുമ്പോൾ അത് അറിയിക്കുന്നതാണ്. 7 തരം വളങ്ങളാണ് ഇവർ വിപണിയിൽ എത്തിച്ചിരുന്നത്. എന്നാൽ ഇവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന വിദഗ്ധ പരിശോധനകൾ നടത്തി അംഗീകാരം നേടിയിരുന്നില്ല. ഓരോ വളത്തിലും അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തുകയോ കൃഷിയെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമാക്കുകയോ ചെയ്തിരുന്നില്ല. സുരേഷ് കൃഷിയിടങ്ങൾ സന്ദർശിച്ച് വളങ്ങൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരുന്നത്. പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെയായിരുന്നു ഉൽപാദന യൂണിറ്റിന്റെ പ്രവർത്തനം. പഞ്ചായത്തിന്റെ പേപ്പറോ ലൈസൻസോ യാതൊരു രേഖയും ഇല്ലാതാണ് അനധികൃതമായി ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. മരുന്നിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരിശോധിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിൻ്റെ അറിവില്ല. അതുമായി ബന്ധപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ കൃഷി ഓഫീസറുണ്ട്, കൃഷി അസിസ്റ്റൻ്റ് ഓഫീസറുണ്ട്, മറ്റ് പഞ്ചായത്ത് ജീവനക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടി സീൽ വെക്കുകയും അതിനുശേഷം മതിയായ രേഖകൾ, ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ സ്ഥാപനം ഇനി തുറന്നു പ്രവർത്തിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുകയാണ്. പല പരാതികളും ഫോൺ മുഖേനയും രേഖാമൂലവും പഞ്ചായത്തിന് വളരെയധികം പരാതികൾ ലഭിച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ പരിശോധിച്ചപ്പം ഒരു 4-5 ഐറ്റം മരുന്നുകളും അതിൻ്റെ പൊടികളും ഒക്കെ എടുക്കാൻ സാമ്പിൾ എന്നുള്ള നിലയിൽ കൃഷി ഓഫീസർ ഇത്തരം സാധനങ്ങൾ ബന്ധവസിൽ എടുത്തിട്ടുണ്ട്. ആവശ്യമായി ലൈസൻസുകൾ നേടുന്നതുവരെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന പരിശോധനകൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെയും പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു. സ്ഥാപനത്തിൽ നിന്ന് വിപണിയിൽ എത്തിച്ചിരുന്ന വിവിധ വളങ്ങളുടെ സാമ്പിൾ കൃഷിവകുപ്പ് ശേഖരിച്ചു. ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. അന്യസംസ്ഥാന തൊഴിലാളികളാണ് സ്ഥാപനത്തിൽ ജോലിക്കുണ്ടായിരുന്നത്. ഇവിടെ വിവിധ പൂജകൾ നടന്നതിന്റെ സൂചനകളുമുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.